പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം ഇന്ത്യയിൽ ആഘോഷമാണ്. ലോകകപ്പ് ഉത്സവങ്ങൾക്കിടയിലും ഇന്ത്യൻ മാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലും പ്രധാനമന്ത്രി നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്നാം പേജ് തലക്കെട്ടുകൾ, മണിക്കൂറുകളോളം നീളുന്ന തത്സമയ സംപ്രേഷണങ്ങൾ, ഗ്ലോബൽ ലീഡർ എന്ന പരിവേഷം. എന്നാൽ അദ്ദേഹം സന്ദർശിക്കുന്ന ഇന്തോനേഷ്യയിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും അതൊന്നാം പേജ് വാർത്ത പോലുമല്ല. എന്തുകൊണ്ടാണ് മോഡി അവിടെ അവഗണിക്കപ്പെടുന്നത്? മോദി ഒപ്പിടുന്ന കരാറുകൾ ഇന്ത്യയെപ്പോലെ ഈ രാജ്യങ്ങൾക്കും പ്രധാനമല്ലേ? പശ്ചിമേഷ്യൻ സംഘർഷവും ട്രംപ് സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വവും കാരണം എല്ലാ രാജ്യങ്ങളും ബന്ധങ്ങൾ പുനർനിർവചിക്കുന്ന തിരക്കിലാണ്. എന്നിട്ടും എന്തേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇത്ര തണുത്ത സ്വീകരണം ലഭിക്കുന്നു എന്നുള്ളത് ആശ്ചര്യമാണ്. ഇന്തോനേഷ്യക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ നൽകാൻ തീരുമാനിച്ചു. ഓസ്ട്രേലിയയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടു. ന്യൂസിലൻഡുമായി സ്വതന്ത്ര വ്യാപാരത്തിന് ധാരണയായി. എന്നിട്ടും അതൊക്കെ ആ രാജ്യങ്ങളിൽ ചെറിയ റിപ്പോർട്ടുകൾ മാത്രമായി ചുരുങ്ങി. മോദിയുടെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സന്ദർശനത്തിന് അവിടുത്തെ മാധ്യമങ്ങൾ പ്രാധാന്യം നൽകിയതേയില്ല. മെൽബണിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രധാനമന്ത്രിക്ക് നൽകുന്ന സ്വീകരണമായിരുന്നു താരതമ്യേന വലിയ വാർത്ത. ന്യൂസിലൻഡിൽ മോഡിയുടെ സന്ദർശനത്തിന് അകമ്പടിയേകുന്നത് ഒരു വിവാദമാണ്. വ്യാപാര കരാറിനെ അവിടുത്തെ വിദേശകാര്യമന്ത്രി തന്നെ വിമർശിച്ചതാണ് അവിടെ വാർത്തയാവുന്നത്. ഇന്തോനേഷ്യയിലെ ചില പത്രങ്ങൾ ബ്രഹ്മോസ് ധാതു സമ്പത്ത് സഹകരണം തുടങ്ങിയ കരാറുകളെക്കുറിച്ചുള്ള ചെറിയ റിപ്പോർട്ടുകൾ നൽകിയപ്പോൾ മറ്റു ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര സന്ദർശനത്തിലും സ്വീകരണ ചടങ്ങുകളിലുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രധാന വാർത്തകളിൽ പോലും ഈ സന്ദർശനം ഇടം പിടിക്കാതിരുന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കപ്പെടുന്ന തരത്തിലുള്ള ആവേശം ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഉണ്ടായിട്ടില്ല. ന്യൂസിലൻഡിൽ കൂടുതൽ ചർച്ചയായത് ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ ചൊല്ലിയുള്ള ആഭ്യന്തര രാഷ്ട്രീയ ഭിന്നതകളായിരുന്നു. ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഇന്ത്യൻ വംശജരുടെ പരിപാടികൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഇത് ഇന്ത്യയോടോ മോദിയോടോ ഉള്ള അവഗണനയല്ല. എല്ലാ രാജ്യങ്ങളും വിദേശ നേതാക്കളുടെ സന്ദർശനത്തെ കാണുന്നത് നയതന്ത്ര നടപടികളുടെ ഭാഗമായാണ്. എല്ലാ സന്ദർശനങ്ങളും അവർക്ക് ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്ന ചരിത്ര സംഭവവുമല്ല. ഇന്ത്യയിൽ ചില മാധ്യമങ്ങൾ ഇത്തരം ഔദ്യോഗിക സന്ദർശനങ്ങളെ അമിതമായി ആഘോഷിക്കുകയും ആഭ്യന്തര രാഷ്ട്രീയ നേട്ടത്തിനുള്ള പ്രചാരണോപാധിയാക്കി മാറ്റുകയും ചെയ്യുന്നതാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കരാറുകളുടെ പ്രായോഗിക ഫലങ്ങളാണ് വിലയിരുത്തുക. നേതാക്കളുടെ വ്യക്തിമഹിമയോ രാഷ്ട്രീയ ബ്രാൻഡിങ്ങോ അല്ല. ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുന്ന ആവേശം വിദേശ മാധ്യമങ്ങൾ ഏറ്റെടുക്കാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ്. വിദേശ നയം വിലയിരുത്തേണ്ടത് ഒപ്പുവെച്ച കരാറുകൾ എത്രത്തോളം നടപ്പാകുന്നു, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് എത്രമാത്രം ഗുണം ചെയ്യുന്നു, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം ശക്തിപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് യഥാർത്ഥ നയതന്ത്ര വിജയം. ബാക്കിയെല്ലാം ആഭ്യന്തര രാഷ്ട്രീയ നേട്ടത്തിനായുള്ള ദൃശ്യാവിഷ്കാരങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ്. ത്രിരാഷ്ട്ര സന്ദർശനം ഒരിക്കൽ കൂടി അതിന് അടിവരയിടുന്നു.